ബാക്ക് പീസാണ് എടുക്കുന്നത്. അതിൻ്റെ ലെങ്ത് വന്നേക്കുന്നത് 15 ഇഞ്ചാണ്. ഷോൾഡർ 7.5, ആം ഹോളും 7.5 എടുക്കുന്നത് കേട്ടോ. പിന്നെ വേസ്റ്റ് നമുക്ക് കുറവാണല്ലോ വരുന്നത്, അതിനനുസരിച്ച് എടുക്കുക. കഴുത്തകലം ഞാൻ എടുക്കുന്നത് 4.5 കേട്ടോ. ഇറക്കം എടുക്കുന്നത് 3 ഇഞ്ചാണ്. പിന്നെ താഴേക്കുള്ളത് നമുക്ക് കുറച്ച് നമ്മുടെ ആവശ്യാനുസരണം അത് എടുക്കാം കേട്ടോ. ഞാനത് ടോട്ടൽ എടുത്തേക്കുന്നത് 8 ഇഞ്ചാണ്. 8 9 നല്ല ഭംഗിയിൽ വരണമെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആ ഫ്രണ്ട് പീസ് എടുത്ത് വേണം സൈഡ് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ അത് ശരിയാവില്ല. അങ്ങനെ വേണം ചെയ്യാൻ. ഇത് പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ ബാക്കാണ്. ഞാൻ ബാക്കിൽ ഇങ്ങനെ സ്റ്റിഫ് വയ്ക്കുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ. സ്റ്റിഫ് നമ്മൾ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം നമുക്ക് വേണ്ടുന്ന ഷേപ്പിൽ. അതായത് ബാക്കിൽ നമ്മൾ ഫ്ലാപ്പ് വെച്ച് ബട്ടൺസ് ആണ് വെക്കുന്നത്. അപ്പോൾ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അത് പിൻ ചെയ്യുക. പിൻ ചെയ്തിട്ട് രണ്ട് സൈഡും നോക്കണം, അല്ലെങ്കിൽ നമുക്ക് മിസ്റ്റേക്ക് വരരുത്. അതുപോലെ തന്നെ അതിൻ്റെ ആ പോയിന്റ് നമ്മൾ താഴേക്ക് കൊടുത്തേക്കുന്ന ആ ഷേപ്പിൻ്റെ, ആ ഓവൽ ഷേപ്പിൻ്റെ പോയിന്റും അതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ടാണ് നമുക്ക് അടിക്കേണ്ടത്. ഇത് അടിച്ചതിന് ശേഷവും നമ്മൾ അത് നന്നായിട്ട് അടയാളപ്പെടുത്തുക. അതായത് നല്ല രീതിയിൽ അത് നോക്കണം. നോക്കിയാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഫ്ലാപ്പ് വെക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതൊരു വേറൊരു ക്ലാസ് എടുത്തു തരാം. ഫ്രണ്ട് നെക്കിൻ്റെ ബാക്ക് നെക്കിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട്, നെക്കിൻ്റെ അകലം എടുത്തതിൽ. അത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ മെത്തേഡ് മാത്രമേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. ബാക്ക് എങ്ങനെ എടുത്തതെന്ന് അതിൻ്റെ മോഡൽ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ ഷോട്ട് ഇടുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഓവൽ ഷേപ്പും അതുപോലെ തന്നെ ഫ്ലാപ്പ് വെക്കാൻ വേണ്ടിയുള്ള ആ ഒരു മോഡലുമാണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത്. ഫ്രണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇനി നമ്മൾ തയ്ച്ചതിന് ശേഷമുള്ളതാണ്. ഇത് കണ്ടോ, ബട്ടൺസ് വെച്ചു, ഫ്ലാപ്പ് വെച്ചു. ഓക്കെ, ബൈ, വീണ്ടും കാണാം.